ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് സൗദി അറേബ്യയിലെ ദമാമിലെ പുതിയതായി തുടങ്ങിയ ഗ്ലോബൽ സിറ്റി കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഞാനും എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സും എല്ലാം കൂടെ ചേർന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ലോക്കാപ്പൻ ഇതൊക്കെ കണ്ട്, ഇതാണ് എൻ്റെ മോൻ ലോക്കാപ്പൻ. അവൻ ഇതൊക്കെ കണ്ട് വണ്ടറടിച്ചിരിക്കുകയാണ്. അവന് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഹരിച്ചേട്ടൻ അവനെ എടുത്തുകൊണ്ട് നടക്കുന്നത്. ഇതാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ഫാമിലി പോലെ തന്നെയാണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇതാണ് നമ്മൾ ആദ്യം കയറാൻ പോകുന്നത് തായ്ലാൻഡിൽ ഒരുപാട് കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകളുണ്ട്. ഇതാണ് വിനോദേട്ടൻ്റെ മോള് കനിഹ. അവളും സ്കൂൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് 3 മാസത്തേക്ക് ഇവിടത്തേക്ക് വന്നേക്കാണ്. അതെ, അവളെ കളിപ്പിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. ഇതിനകത്ത് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഡാൻസ് ആയാലും പാട്ടായാലും ഒരുപാട് ഓരോ രാജ്യത്തിൻ്റെ അതിൻ്റെ തനതായ ശൈലികളുണ്ടല്ലോ, അതെല്ലാം ഇതിനകത്തിൽ കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ വരുമ്പോൾ ഇവിടെ സമയം എഴുതി വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ഓരോ രാജ്യത്ത് പോയിട്ട് നമുക്കത് കാണാൻ കഴിയുന്നതാണ്. ലൂക്കാപ്പനും വൈഫും ഇതൊക്കെ കണ്ട് വണ്ടറടിച്ചിരിക്കുകയാണ്. ഇതാണ് ഇറാൻ്റെ കൊത്തുപണികളൊക്കെ അതിമനോഹരമായിട്ടാണ് അവരൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് കാണാനായിട്ടായാലും ഒരുപാട് സാധനങ്ങൾ വാങ്ങാനായിട്ടായാലും ഒരുപാട് ജനങ്ങളാണ് വന്നിരിക്കുന്നത്. എന്താ, ഈ പക്ഷിയെ നമുക്ക് കയ്യിൽ വെച്ച് ഫോട്ടോ എടുക്കാം. അതിമനോഹരമായ ഫോട്ടോകളൊക്കെ കിട്ടും. ഇതാണ് സൗദി അറേബ്യയിലെ ഒരു കലാപരിപാടിയാണിത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്താണ് അതവിടെ നടന്നുകൊണ്ടിരുന്നത്. വളരെ മനോഹരമായിട്ടാണ് അവരിതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് ചൈനയിലേക്ക് ചെന്നാലും അവിടെയും കലാപരിപാടികളും മറ്റ് അനവധി സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഒരുപാട് ജനങ്ങളാണ് വന്ന് പോകുന്നത്. മലയാളികളായാലും മറ്റുള്ള അന്യരാജ്യക്കാരായാലും എല്ലാവരും. ഇപ്പം ഇത് കുറച്ചും കൂടെയൊക്കെ ഡെവലപ്മെൻറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. എന്നാലും ഇപ്പോഴും ആൾക്കാർക്ക് കാണാനുള്ള കാഴ്ചകൾ കാണാനുള്ള എല്ലാ സജ്ജീകരണവും അവർ ഒരുക്കിയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെയൊക്കെ കഴിയുമ്പോഴത്തേക്കും അതിമനോഹരമായിട്ട് മാറുന്നതായിരിക്കും. ഇവിടെ കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനായാലും മറ്റുള്ള കലാപരിപാടികൾക്കായാലും എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ കൂട്ട് എല്ലാം ഇവിടെ ഉണ്ട്. ഇതാണ് ആഫ്രിക്കയിലും ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അത് കഴിഞ്ഞു പോയി. ഇതാണ് നമ്മുടെ രാജ്യം ഇന്ത്യയിലെ ഉള്ളിലായാലും അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല. എന്നാലും ഫുഡും സ്റ്റാളും ഒക്കെ ഉണ്ട്. നമുക്ക് പോയി ഫുഡൊക്കെ കഴിക്കാം. അത്ര വലിയ പൈസ ഒന്നും ആവത്തില്ല. പിന്നെ അവിടെ എൻ്റർടൈൻമെൻറ്റിനായാലും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതാണ് സൂമ്പി. ഞങ്ങൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, സൂമ്പി അടിക്കാൻ വരുമോ. അവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള റൈഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതാണ് യമനിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തേൻ ഇഷ്ടം പോലെ അടിപൊളി തേനുകൾ അവിടുന്ന് കിട്ടുന്നതാണ്, നല്ല പ്യുവർ തേൻ. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ടു വരുന്ന വഴിക്കാണ് ഇതാണ് പ്രേതം.